കാനഡയിലെ ആദ്യത്തെ റെയിൽവേ ടണൽ. അതിന്റെ പ്രത്യേകത അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. സ്ഥലം ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാൻ തോന്നി. Awesome. So this is Canada's first railway tunnel. It was opened in 1860 and then ran until about 1970. 5 മീറ്റർ നീളമുണ്ട് ഈ ടണൽ. അതേപോലെ ഇതിന്റെ ഹൈറ്റ് 15 ഫീറ്റ് ആണ്. മോർ ദാൻ 700 LED ലൈറ്റ് ഉണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ജെർലിയിലൊക്കെ പോകും 1 മില്ലിമീറ്റർ പെർ ഇയർ ആണ്. അത് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഈ ഒരു സംഭവം ഉള്ളത് ഈ റോഡ് ഈ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ ഓപ്പണിങ് കണ്ടില്ലേ? ഇതെന്ന് വെച്ചാൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പുഷ് ഫോർ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഇന്ത്യയിൽ നിന്ന് നടന്ന് നമ്മളിതാ ഇതിൻ്റെ മറ്റേ ഒരു എൻഡിലേക്ക് വന്നു. റെയിൽവേ ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. കാനഡയിലെ ആദ്യത്തെ റെയിൽവേ ടണൽ, ഫസ്റ്റ് റെയിൽവേ ടണൽ കാണാൻ വേണ്ടി വന്നതാണ്. ബ്രോക്വിൽ എന്ന് പറഞ്ഞ ടൗണിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ വേറൊരു വഴി പോകുന്ന റൂട്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണിച്ചാൽ കൊള്ളാൻ തോന്നി. അതുകൊണ്ട് സ്റ്റോപ്പ് അടിച്ചാണ് പോകുന്ന റൂട്ടിൽ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കാനഡയിലെ ഫസ്റ്റ് റെയിൽവേ ടണൽ. കാനഡ ഫസ്റ്റ് റെയിൽവേ ടണൽ ബ്രോക്വില്ല്. അപ്പം അതിൻ്റെ പ്രത്യേകത അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ ഷെയർ ചെയ്തിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. അതിനകത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ തെറ്റുണ്ടായിരുന്നു. അപ്പം അതെല്ലാം തിരുത്തി ഇനി മുൻപോട്ട് പോകും. അപ്പം ഞാൻ പോകുന്ന റൂട്ടിലൊന്ന് ജസ്റ്റ് ഒന്നൊരു ഇതിൻ്റെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കാനഡയിലെ ഫസ്റ്റ് റെയിൽവേ ടണലല്ലേ, അപ്പം ഈ സ്ഥലം ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാൻ തോന്നി. അങ്ങനെ പോകുന്ന റൂട്ടിലൊന്ന് നിർത്തിയതാണ്. നമുക്കിവിടെ മസ്റ്റായിട്ടും വേണമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മാസ്ക് വെച്ചു. എൻജോയ് യുവർ ടണൽ എക്സ്പീരിയൻസ്. കാനഡയുടെ ആദ്യത്തെ റെയിൽവേ ടണലാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് ആണ്. അപ്പം ഞാനിവിടെ വന്നപ്പം ഇവിടുത്തെ ഒരു ഗൈഡിനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും ടണലിനെ പറ്റിയിട്ട്. സോ ഹി വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് ടണൽ. Awesome. So this is Canada's first railway tunnel. It was opened in 1860 and then ran until about 1970. It was closed for a period of time and then opened back up in 2017. So all along the waterfront at this time, it was all factories and manufacturing. So what they did is, instead of having the train go through the city, which had already been built with all the buildings, they just went underneath the city and then built the railway tunnel to get the goods from the factories up to Montreal and Ottawa, or to Kingston and Toronto. Okay, and it's open every week, 7 days. It's right? open 7 days a week, 9 o'clock in the morning until 9 o'clock at night. Yeah, okay, and then we've sure. got the lights and the music that play through it, That's and really then there's awesome. the plaques with the history, so you can learn more about the tunnel. Okay, thank you so much. Yeah, no worries, eh? Have a good day. ഞാനിപ്പോൾ നിൽക്കുന്ന പാട്ടിലാണ്, സൗത്ത് എൻഡ് പാർട്ടിലാണ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെയാണ് ഞാൻ എപ്പോഴും വന്നാലും പാർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എപ്പോഴും സൗത്ത് പാർട്ടിയിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി. ഇത് ഇത്രയും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇവരൊരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നത്. ഇവർക്കല്ലേ പണ്ടേ ഇത് ക്ലോസ് ചെയ്യാമായിരുന്നു. പണ്ടത്തെ കാലത്തെ ആ കൺസ്ട്രക്ഷനും ആ ഒരു ആംബിയൻസും എല്ലാം തന്നെ ഇവിടെ ഉള്ളവർക്കും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. 525 മീറ്റർ നീളമുണ്ട് ഈ ടണൽ. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് 15 ഫീറ്റ് ആണ്. അതേപോലെ 14 ഫീറ്റ് വൈഡും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടണലിനുള്ളിൽ കൂടെ പോകുമ്പോൾ മോർ ദാൻ 700 LED ലൈറ്റ് ആണ് ഇതിലുള്ളത്, ഈ ഒരു ഫുൾ ടണൽ ലെങ്തിൽ. അപ്പം അതുപോലെ സൗണ്ട് സിസ്റ്റവും കൂടെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ കയറുമ്പോൾ. നമ്മൾ ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഇത് ജസ്റ്റ് ഒരു ഡാർക്ക് ഒരു സംഭവമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ഇതിനകത്ത് കയറുമ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസും ആ തണുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നില്ല ഈ വാട്ടർ സ്ട്രീറ്റ്, ഇതിപ്പം ബ്രോക്വിൽ ടൗണിൻ്റെ മേളിൽ കൂടെയാണ് ടണൽ പാസ് ചെയ്യുന്നത്. ഈ പാരലായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ വാട്ടർ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഈ ടണൽ ഒരു ആർച്ച് ഷേപ്പിലാണ് പണിതേക്കുന്നത്. പല ടൈപ്പ് LED ലൈറ്റ് കവർ ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാ ഇവിടെ കണ്ടില്ലേ? ഈ ഒരു LED ലൈറ്റ് രണ്ട് സൈഡിലുണ്ട്. ഈ രണ്ട് സൈഡിലെ LED ലൈറ്റ് ഫുള്ളായിട്ട് ഇവിടെ കവർ ചെയ്തിട്ടാണ് ലൈറ്റ് സിസ്റ്റം കാണുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. സാധാരണ നമ്മളിവിടെ വരുമ്പം നമുക്കൊന്നും നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു അവസരം പോലും കിട്ടാറില്ല. കാര്യം എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വീക്ക് ഡേയും കൂടെയാണ് ഞാൻ വന്നത്. പാൻഡമിക് ടൈം ആയതുകൊണ്ട് അധികം ആരെയും കാണാനുമില്ല. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഫുള്ള് മേക്ക് ചെയ്തേക്കുന്ന ലൈം സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങേ എൻഡ് വരെ ഓരോരോ സെക്ഷനിലായിട്ട് ഇതേപോലെ സൗണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്, ആ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത് ഇയർലി 365 ഡേയ്സ് ഇത് ഓപ്പണാണ്.
ഓപ്പൺ ആണെന്ന് വെച്ചാൽ 9 AM to 9 PM ആണ് ഓപ്പൺ. ഇതിന് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പം പോകുന്ന വഴിയിൽ കണ്ടില്ലേ, ഇത് ഈ റെയിൽവേ ടണലിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നൊരു ചിമ്മിനിയാണ്. ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പുകയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു ചിമ്മിനിയാണിത്. നേരെ നമ്മൾ ഈ നിൽക്കുന്നത് ഒരു റോഡിൻ്റെ നടുക്കാണ്. ഈ ചിമ്മിനി ഉണ്ടായതുകൊണ്ട് ഇതിനകത്ത് പുകയും കാര്യങ്ങളും എല്ലാം തന്നെ ഇതുവഴി പൊക്കോളും. അതേപോലെ തന്നെ ഇവരിപ്പോൾ കീപ്പ് ചെയ്യുന്നത് ഇതിൽ ടണലിൽ എയർ ഫ്രഷായി ഇരിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഇലക്ട്രിക്കൽ വെൻ ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജേർണി തുടങ്ങിയത് വാട്ടർ സ്ട്രീറ്റിൽ നിന്നായിരുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ കണ്ടോ, കിങ് സ്ട്രീറ്റ്. നമ്മൾ അങ്ങേ എൻഡിൽ ഒരു ഇൻ്റർസെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് മേളിൽ കിങ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് ഇതിന് മേളിലൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ അടിയിൽ കൂടാണ് ഈ ടണൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് പാറയാണ്. എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ കാലത്ത് ഇതൊരു പാറ തുരന്നിട്ട് ബാക്കി ടണൽ കണ്ടിന്യൂ ചെയ്തതാണെന്നാണ് തോന്നുന്നത്. സോ ഈ കാണുന്ന ബോർഡ് മിനറൽ ഫോർമേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, 1 mm/year ആണ്. അപ്പോൾ വളരെ കുറച്ച് ചെറിയ രീതിയിലാണ് ഇത് ഫോം ആകുന്നത്. ഇവർ എന്നിട്ട് പറയുന്നത് ഇതുപോലത്തെ ഫോർമേഷൻ ഇവർ പറയുന്നത് നാച്ചുറലായിട്ട് ഫോം ചെയ്ത കേവിനെക്കാട്ടിലും ഫാസ്റ്റായിട്ടാണ് ഈ മിനറൽസിൻ്റെ ഗ്രോത്ത് ഇതുപോലെ ഫോം ചെയ്ത ടണലിൽ നിന്നാണ് ഇവർ പറയുന്നത്. യെല്ലോയിഷ് കളറിലുള്ള മിനറൽസ് ഫോം ചെയ്യാറുണ്ട്. അതേപോലെ ട്രേസ് ഉണ്ടാവും, ഈ അയണിൻ്റെ കണ്ടൻറ്റിൻ്റെ ട്രേസുകൾ. അത് ഓറഞ്ചോ അല്ലെങ്കിൽ റെഡോ അല്ലെങ്കിൽ വൈൽ നിക്കൽ ആൻഡ് കോപ്പർ ആർ ബ്ലൂ ഓർ ഗ്രീൻ. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, റെഡ് അല്ലെങ്കിൽ ഓറഞ്ച്, ബ്ലൂ, അതിൻ്റേതായ ട്രേസസുകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ഷേപ്പിൽ ഇങ്ങനെയുണ്ടാവും. ആ കാണുന്ന ഹോളിന് അവർ പറയുന്നത് എക്സ്ട്രാക്ഷൻ ഷാഫ്റ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഈ ഹോളെന്ന് വെച്ചാൽ നമ്മൾ ഈ പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാറ പുറത്തെത്തിക്കണ്ടേ. അപ്പം ആ ഒരു ടൈമിൽ അവർ ഈ ഒരു ഹോൾ യൂസ് ചെയ്തിട്ടാണ് ഈ പാറയും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തെത്തിച്ചത്. അത് പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ താഴത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ഹോളാണെന്നാണ്. വൈകുന്നേരങ്ങളൊന്നും നടക്കാൻ ഇറങ്ങുവാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളവർക്കൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലൊക്കെ ഇവിടേക്ക് നടക്കാനായിട്ട് ആൾക്കാർ വരുമെന്നാണ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ബ്രിക്കാണ്. ഈ ടണൽ ഡിസൈൻ ചെയ്തേക്കുന്നത് വെള്ളം ലീക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോൺ വാളിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈഡ്രോസൈക്കിൾ പ്രഷർ മൂലം ഈ കാണുന്ന സ്റ്റോണെല്ലാം അത് തകർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ടണൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ വീഴുന്ന വെള്ളം അത് ഗ്രൗണ്ട് വാട്ടർ ആണെന്നാണ് ഇവർ പറയുന്നത്. സിറ്റിയിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് വാട്ടറോ വേസ്റ്റ് വാട്ടറോ അങ്ങനെ ഒന്നും തന്നെ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ ഗ്രൗണ്ട് വാട്ടറാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് വുഡൻ പീസ് വെക്കുമല്ലേ, വുഡൻ പീസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് സ്കഫോൾഡിങ് പോലെ അങ്ങനത്തെ സ്കഫോൾഡിങ് വെച്ചിട്ട് വന്ന ഒരു ഹോളാണ് ഇതെല്ലാം കാണുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഫോം ചെയ്തിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീം എഞ്ചിനാണ്. ആ ഇന്ത്യയിൽ നിന്ന് നടന്ന് നമ്മളിതാ ഇതിൻ്റെ മറ്റേ ഒരു എൻഡിലേക്ക് വന്നു. നമ്മളിപ്പോൾ നടന്ന് പേൾ സ്ട്രീറ്റിലെത്തി. അപ്പം നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ട്. ഈ സൈഡിലും ഡൊണേഷൻ ബോക്സ് ഉണ്ട്, ആ സൈഡിലും ഡൊണേഷൻ ബോക്സ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ഡൊണേഷൻ ബോക്സ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ കളക്ട് ചെയ്തിട്ട് ഡൊണേഷനായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ അതേപോലെ സെക്യൂരിറ്റി ക്യാമറാസും ഉണ്ട്. സൗത്ത് എൻഡിൽ നിന്ന് നമ്മളിങ്ങനെ എൻഡിൽ വരെ എത്തിയിരിക്കുകയാണ്. റെയിൽവേ ടണൽ കഴിഞ്ഞിട്ട് റെയിൽവേ ലൈൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതെനിക്ക് തോന്നുന്നു പണ്ടത്തെ ലൈനായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ സീനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാനഡയുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലൊന്ന് കയറിയതാണ്. അപ്പം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ക്യാപിറ്റൽ സിറ്റിയുടെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ. നേരത്തെ പറഞ്ഞില്ല, ടണൽ കുറേ സ്ട്രീറ്റ് കവർ ചെയ്തിട്ടാണ് പോകണമെന്ന്. അപ്പം ആ സ്ട്രീറ്റിൽ ഒരു സ്ട്രീറ്റാണിത്, വാട്ടർ സ്ട്രീറ്റ്. അപ്പം നമ്മളിങ്ങനത്തെ ഓരോ സ്ട്രീറ്റിൻ്റെ അടിയിൽ കൂടെ ആയിരുന്നു ആ ടണൽ പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ സ്ട്രീറ്റിൻ്റെ മേൽഭാഗമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ സ്ട്രീറ്റ്. കണ്ടില്ലേ? ഇതേപോലെ അങ്ങനെ കുറേയേറെ സ്ട്രീറ്റുകൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറേയേറെ സ്ട്രീറ്റുകൾ കവർ ചെയ്തിട്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.